തേർഡ് റേറ്റ് നിന്റെ തളയാണ് നായിന്റെ മോനെ തേർഡ് റേറ്റ് കണ്ടുപിടും. നീ ആരെ തേർഡ് റേറ്റ് എന്ന് പറയുന്നത്? ആ മൈക്കും പിടിച്ച് പോയവരോടാണ് ഞാൻ പറയുന്നത്. എടാ പേപ്പട്ടിക്ക് ഉണ്ടായിരുന്നു. നീ എങ്ങനെ ഉണ്ടായെന്നറിയോ? നിന്റെ അമ്മ കടി മൂത്ത് കഴപ്പ് മൂത്ത് പണ്ടാരടങ്ങി പോകുന്ന സമയത്ത് യെസ്, നമ്മുടെ ഹെൽനോസ് പാട്ടയും നമ്മുടെ ജാൻമണിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ജാൻമണി അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് അത് ഹെൽനോസ് പാട്ടയെക്കുറിച്ച് പറയുന്ന പോലെയാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് പ്രതികരിച്ചുകൊണ്ട് ഹെൽനോസ് പാട്ട വന്നിരിക്കുകയാണ്. ശരിക്കും നടന്ന സംഭവം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു തരാം. അതിന് മുമ്പ് ഹെൽനോസ് പാട്ടയുടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഓഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എന്താ പറയുന്നത്, ഇന്നലെ ഈ സംസാരത്തിന് അടിയിൽ ഞാൻ ക്ലിയർലി കൃത്യമായിട്ട് പറഞ്ഞു. when it's come about the justice controversy, so I said that whatever publicity is good publicity. In between കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ ഒരു ക്ലിയർ വോയിസിനാണ് ഇപ്പൊ കേട്ടത് ആ വീഡിയോസ്. ഈ ഓഡിയോ ശരിക്കും പറഞ്ഞാൽ ജാൻമണിയായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ കേട്ടോ. ജാൻമണി ഹെലൻ അയച്ചു കൊടുത്തൊരു ഓഡിയോ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യം പറയാം. ഹെലൻ സ്പാർട്ട പറയുന്നത് ഒരാള് യൂട്യൂബിലെ ഭയങ്കര ആക്രമിക്കുന്നതായിരിക്കുന്നത്. സോ മൈ മൈൻഡ് ഈസ് ഓൾവേസ് ഇൻ ദാറ്റ് ഗൈ ഹൂ ഈസ് ഡൂയിങ് ദിസ് ടു മീ ഫോർ ലൈക്ക് ഫ്രോം ലോങ് ടൈം. സോ ഞാൻ അതിന് അവനെ പറയുന്നത്. അപ്പൊ അവന്റെ കുട്ടികൾ, അവന്റെ ഭാര്യ. സോ ഇറ്റ് വാസ് ഐ നെവർ തോട്ട് ലൈക്ക് ഇറ്റ്സ് about any girl. So അതിനാണ് ഞാൻ ഈ അവൻ പറഞ്ഞ കാര്യം ഈ മീഡിയക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീന് അടിച്ചിട്ട് അത് സ്റ്റോറി കേട്ട എല്ലാ ആൾക്കാരെയും ചീത്ത പറഞ്ഞിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ മറ്റേ ജാൻമണിയുടെ ഒരു വീഡിയോ ഉണ്ട്. അത് ജാൻമണി ഇത് ഹെൽനോസ് പാട്ടയെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ജാൻമണി ഒരു റൂഡായിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഹെൽനോസ് പാട്ടയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് ആ മീഡിയ ചാനൽ പുറത്തുവിട്ടിട്ട്. ആ രീതിയിലാണ് ആ ചാനൽ ഔട്ട് വന്നിരിക്കുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമണിയുടെ അമ്മ മരിച്ച സമയത്ത്, അതായത് ജാൻമണി ഒരു ഷൂട്ടിൻ്റെ ഒരു കാര്യത്തിന് പോയ സമയത്ത് ആ സമയത്ത് പെട്ടെന്ന് ഹോട്ടലിൽ വെച്ച് ജാൻമണിയുടെ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പാനിക്കായി ആ സമയത്ത് പുള്ളിക്കാരി ഇട്ട നൈറ്റി ഡ്രസ്സ് ഇട്ടിട്ട് പുള്ളിക്കാരി ഹോട്ടലിലോട്ട് ചെക്കൗട്ട് ചെയ്യാനായിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരാളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് ബാഗും തൂക്കിയിട്ടിട്ട് ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല, തപ്പിട്ട് കിട്ടിയില്ല. അതായത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മറ്റൊരു ജസ്റ്റ് ഒരു നൈറ്റ് ഇട്ടിട്ട് ഒരു ഹാൻഡ് ബാഗും തൂക്കിയിട്ടിട്ട് പുള്ളിക്കാരി അത് ഈ വീഡിയോ എടുക്കുന്ന ആൾ ദൂരെ മാറി സൂം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് പുള്ളിക്കാരി ഭയങ്കര അറിയില്ല, നോർമലി നമ്മൾ വീട്ടിൽ ഇടുമ്പോഴത്തേക്കും ഭയങ്കര അലങ്കോലമായിട്ട്, അതേപോലെ അലങ്കോലമായിട്ട് പുള്ളിക്കാരി റിസപ്ഷനിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് പുള്ളിക്കാരി മറ്റേ മീഡിയ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോയിൽ എടുത്ത് പോസ്റ്റ് ചെയ്ത ആളെക്കുറിച്ചാണ് ജാൻമണി പറയുന്നത്. അപ്പോൾ അത് ഹെലനോസ് പാട്ടയാണെന്ന് തെറ്റിദ്ധരിച്ച രീതിയിലാണ് ആ ഒരു ഇത് വരുന്നത്. പക്ഷേ ജാൻമണി ആ സംസാരിക്കുന്ന ഓഡിയോ, ആ മീഡിയയുടെ ആ ഓഡിയോ മറ്റേ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് ഓഡിയോ അല്ല, ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. He is a third rated. I said no. Very third class. That called third class. വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാർ കാണുമില്ലേ? അവന്റെ അമ്മ അച്ഛൻ കാണുമില്ലേ? അവന്റെ ഭാര്യ കുട്ടികൾ ആരോ കാണുമില്ലേ? കാണും. ഇത് പറയുന്നുണ്ട് ഹീസ് തേർഡ് റേറ്റ്. അതായത് അവനെ കുറിച്ച്, അതായത് ആ വീഡിയോ എടുത്ത പുള്ളിക്കാരനെ കുറിച്ചാണ് പറയുന്നത്. അത് പുള്ളിക്കാരുടെ ഇതില്ലാണ്ട് പുള്ളിക്കാരുടെ മറ്റേ ഒരു പേഴ്സണൽ മൂവ്മെന്റ്, പുള്ളിക്കാരുടെ അമ്മ മരിച്ച് പുള്ളിക്കാരി പോകുന്ന സമയത്ത് ആ സമയത്ത് എടുത്തൊരു മൂവ്മെന്റിനെ കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ക്യാമറ എടുക്കുന്ന പുള്ളിക്കാരൻ സ്ട്രേറ്റ് എടുക്കുന്നത്, ബാക്കിയുള്ളവർ ഈ സൈഡിലുള്ള ആരോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്താൽ അത് വേറൊരാൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷേ ഈ പുള്ളിക്കാരൻ ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി. അതിനെ പ്രതികരിച്ചുകൊണ്ടാണ് ഹെൽനോസ് പാട്ട വന്നിരിക്കുന്നത്. അല്ലാണ്ട് ജാൻമണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിനെ കുറിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഔട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഭാര്യ കുട്ടികൾ കാണുന്നില്ലെന്ന്. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാവും ഇതൊരു പുരുഷനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഹെലനെ കുറിച്ചല്ല, അതൊരു മിസ്ലീഡിങ് പോലെ ഈ ഇട്ട ആൾ അതൊരു മിസ്ലീഡിങ് പോലെ ഒരു വിത്ത് ക്യാപ്ഷനോടെ പക്ഷേ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെലനെ അയച്ചു കൊടുത്തപ്പോൾ ഹെലന് അത് മിസ്ലീഡിംഗ് ആയിട്ട് തോന്നി. പിന്നെ പുള്ളിക്കാരി അത് ഇതിന് ജാൻമണിയെക്കുറിച്ച് പ്രതികരിക്കാൻ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി. പുള്ളിക്കാരി ഉള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തു. പറഞ്ഞാൽ പുള്ളിക്കാരി ഈ ഹെലൻ സംസാരിക്കാൻ പോയി, അതായത് ഇത് ചീത്ത വിളിക്കുന്നത് മൊത്തം മറ്റേ മീഡിയക്കാരനെ കുറിച്ചാണ്. അതായത് ഫേക്കായിട്ട് ഇതേപോലെ ക്യാപ്ഷൻ ഇട്ട് ഇതേപോലെ പുള്ളിക്കാരിയുടെ നേരക്കാണ് തിരിഞ്ഞെന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നത് മൊത്തം ആ മീഡിയക്കാരെ കുറിച്ചാണ്. പിന്നെ ഈ ജാസി വാ തുറക്കുന്നത് ഈ കള്ളം പറയാനും പിന്നെ ഭക്ഷണം കഴിക്കാനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് പുള്ളിക്കാരിയുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയൊരു വീഡിയോ ഉണ്ട്. അതായത് 2.5 ലക്ഷം രൂപയുടെ, ഞാൻ ജസ്റ്റ് പറയാം, അത് പുള്ളിക്കാരി 2.5 ലക്ഷം രൂപയുടെ ഒരു സാരി, ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2 ലക്ഷം രൂപ
2 ലക്ഷം. സീരിയസ്ലി പറയുന്നതാണോ? ഇത് കാഞ്ചീപുരാണോ? അത് പ്യുവർ കാഞ്ചീപുരമാണ്. ടെസൽസ് എല്ലാം ഗോൾഡിൽ ചെയ്ത ടെസൽസ് ആണ്. ടെസസ് എല്ലാം ഗോൾഡിൽ ചെയ്താണ്, കാഞ്ചീപുരമാണ്. 2.5 ലക്ഷം രൂപയാണ് വില. പക്ഷേ ഇത് കൊളാബ് ചെയ്തൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ വീഡിയോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ആ പുള്ളിക്കാരി ഇതേ സാരി വിൽക്കുന്നത് 1800 രൂപയ്ക്കാണ്. പക്ഷേ ഈ ജാസി എന്ന് പറഞ്ഞാൽ വെറും മണ്ടനാന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അറിയാം, പുള്ളിക്കാരൻ്റെ പേജിൽ തന്നെ ഈ സാരി പ്രൊമോട്ട് ചെയ്തൊരു പേജ്, അതായത് ഈ ഇന്ന പേജിൽ നിന്നാണ് ഞാൻ ഈ സാരി എടുത്തതെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് പുള്ളി ഓർക്കുന്നില്ല. അത് ഓർക്കാണ്ടാണ് ഓരോ മണ്ടത്തരങ്ങൾ പുള്ളി ഇതേപോലെ വിളിച്ച് പറയുന്നത്. ഹെലൻ്റെ ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണാം. ആളുടെ മൈൻഡിൽ ആളുടെ അമ്മ മരിച്ച സമയത്ത്, ആള് വർക്ക് കഴിഞ്ഞ് റൂമിലെത്തിയ സമയത്താണ് ആളുടെ അമ്മ മരിച്ചത് കോൾ വിളിച്ച് പറയുന്നത്. അപ്പൊ നൈറ്റ് ഡ്രസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതോടെ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ആരോ വീഡിയോ എടുത്തിട്ട് അത് പുറത്ത് വിട്ടായിരുന്നു. അത് ഭയങ്കര മോശം പരിപാടിയായിരുന്നു. കാരണം അതിന് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ഈ ഓൺലൈൻ മീഡിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ആ വീഡിയോനെ കുറിച്ചാണ് ജാൻമണി മറ്റേ ഇതിൽ പറയുന്നത്. അത് ഭയങ്കര ഇതായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിക്കുന്നത്, അല്ലാണ്ട് അത് ഹെലനെ കുറിച്ചല്ല. അവിടെ പോയിട്ട് ഈ പറയുന്ന ജാൻമണീന്റെ അടുത്ത് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ജാസിക്കെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ, 3rd റേറ്റ്, നിന്റെ തളയാണ് നായിന്റെ മോനെ 3rd റേറ്റ് കാണുന്നത്. നീ ആരെ 3rd റേറ്റ് എന്ന് പറയുന്നത്? ആ മൈക്കും പിടിച്ച് പോയവരോടാണ് ഞാൻ പറയുന്നത്. എടാ പേപ്പട്ടിക്ക് ഉണ്ടായിരുന്നു, നീ എങ്ങനെ ഉണ്ടായെന്നറിയോ? കാരണം ആ ക്യാപ്ഷനിൽ കൊടുത്ത പുള്ളിക്കാരൻ ചോദിച്ച ക്വസ്റ്റ്യനും, അതായത് കണ്ട ഇതാണ് മിസ്ലീഡിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഹെലൻ സ്പാർട്ട ഇതേപോലെ പുള്ളിക്കാരൻ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഇതേപോലെ ഹെലൻ സ്പാർട്ട ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മുടെ ജാൻമണി ആക്ച്വലി റിപ്ലൈ പറയുന്നത് മറ്റേ റൈറ്റ് സൈഡിൽ ആരോ ക്യാമറ ചോദിച്ചിട്ടുണ്ട്, ആ ക്യാമറയിലോട്ടാണ് ജാൻമണി ഉത്തരം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം, അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാലോ, ഓൺലൈൻ മീഡിയാസ് എല്ലാവരും വട്ടം കൂടി നിന്നിട്ടായിരിക്കും ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പുള്ളിക്കാരി ആ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു ഈ കാര്യത്തിൽ ജാൻമണിയുടെ ഭാഗത്തൊരു ന്യായമുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എല്ലാവരും വട്ടം കൂടിയായിരിക്കും ഇങ്ങനെ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ നിൽക്കുന്നത്. ഇന്നത്തെ ഈ സൈഡിൽ നിന്ന് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഉത്തരം പറയുന്ന സമയത്ത് ഇവിടുന്ന് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് ജാൻമണി പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഈ ജാൻമണി ഈ പുള്ളിക്കാരനോട് ഉത്തരം പറയുന്ന സമയത്ത് ഇവിടുന്ന് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ വന്നു, അതിനൊരു ക്യാപ്ഷൻ ഇട്ടിട്ട് ആ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇറക്കി, അത് ഹെലൻ സ്പാർട്ടയ്ക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് അവനൊരു ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാവും ഇതൊരു പുരുഷനെ കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്, നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഇവനെയൊക്കെ നേരിട്ട് വിളിച്ച് ചീത്ത വിളിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടില്ല. അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? ഇനി ഇത് പറയുന്ന സമയത്ത്, ഈ ജാൻമണി ഇത് പറയുന്ന സമയത്ത് സൈഡിലൊരു കുണ്ടൻ എക്സ്പ്രഷൻ ഇട്ട് മെഴുകുന്നുണ്ടോനെല്ലാം. എങ്ങനെയത്? ഒന്നാമത്തെ കാര്യം, ഈ ജാസി എന്ന് പറഞ്ഞ ആൾ, എനിക്ക് ഈ ജാസിക്ക് ഇത്രയും ഹേറ്റ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ തന്നെ ട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കുക. അതായത് പുള്ളിക്കാരൻ ഈ സർജറി കഴിഞ്ഞിട്ട് എന്തൊക്കെ കോക്രികളാണ് കാണിക്കുന്നത്, ഗർഭിണിയാണെന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഞാൻ പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ ട്രോൾ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ. പിന്നെ മറ്റേ ഇതേപോലത്തെ സാരി ഇത് പറയുന്നത് നമുക്ക് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഈ പുള്ളിക്കാരൻ തന്നെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഓരോരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ ഓരോ സാധനം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം നമുക്ക് സത്യം കണ്ടുപിടിക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെ ഇട്ട് കൊടുക്കുന്നു ട്രോൾ ചെയ്യാനായിട്ട്, ആ പുള്ളിക്കാരൻ അതിനനുസരിച്ചുള്ള ട്രോളും കിട്ടുന്നുണ്ട്. സാധനം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ കളങ്കമില്ല, എൻ്റെ മനസ്സിൽ നന്മയില്ല. അതുകൊണ്ട് എനിക്ക് സർജറി ഒരിക്കലും ഫെയിൽ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്റ്റിച്ചിൽ പഴുപ്പ് വരിക അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസിക്ക് എൻ്റെ സർജറിക്കൊന്നും പറ്റിയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്താലല്ലേ എന്തെങ്കിലും പറ്റുള്ളൂ. അതേ താഴെ എന്തെങ്കിലും സാധനം സർജറി ചെയ്താലല്ലേ ഒരു സർജറി ആ ആശുപത്രി ഇല്ലാത്ത സർജറി അവർ ചെയ്യുമോ? അതായത് നമ്മൾ തന്നെ റിനയിൽ നിങ്ങൾ തന്നെ റിനയുടെ നമ്പർ ഉണ്ടല്ലോ, റിനയുടെ നമ്പറിൽ വിളിച്ചിട്ട് ഇതേപോലത്തെ ഡൗൺ സർജറി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ ഈ ടൈപ്പ് സർജറി നമ്മൾ ചെയ്യത്തില്ലെന്നേ അവർ പറയത്തുള്ളൂ. ഇല്ലാത്ത സർജറി അവർ പിന്നെ വേറെ ഡോക്ടറെ വിട്ട് ചെയ്യിപ്പിക്കുമോ? ഇല്ല. അപ്പോൾ സർജറി ചെയ്യാത്ത ഒരാൾക്ക് എന്ത് ഇൻഫെക്ഷൻ വരാനാ? ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഞാൻ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞതും ഒക്കെ ഞാൻ ഒരിക്കലും നുണ പറഞ്ഞില്ല. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞതും ഞാൻ സർജറി കഴിഞ്ഞ് പറഞ്ഞതും അതൊന്നും നുണയല്ല. അതെ, നുണയല്ല. ഞാൻ ഗർഭിണിയാണ്, പക്ഷേ ഞാൻ പ്രസവിക്കത്തില്ല. പക്ഷെ ഞാൻ ഗർഭിണിയാണെന്നല്ലേ പറയുന്നുള്ളൂ. അത് എൻ്റെ ഗർഭിണിയാണ്, പക്ഷെ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. അത് ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഇതാണ് പ്രശ്നം. പിന്നെ ഇത് എങ്ങനെ ട്രോൾ ചെയ്യാൻ പറ്റും? അത് ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ കള്ളമല്ല പറയുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. അത് ഞാൻ ഗർഭിണിയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇങ്ങനെ പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ പ്രസവിക്കുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ.
ഞാനൊരു കുട്ടിയെ ദത്തെടുക്കും, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇത് ചെയ്യും എന്നൊക്കെയല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പക്ഷേ ഇതേപോലെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മറ്റേ ഇത് കിട്ടാതിരിക്കുക, സൈബർ ബുള്ളിങ് കിട്ടാതിരിക്കുക. പിന്നെ വേറൊരു പുള്ളിക്കാരിയുടെ പഴയ മറ്റേ നമ്മുടെ ഷക്കീല ചേച്ചിയുടെ ഈ പുള്ളിക്കാരിയായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഫസ്റ്റ് മാരേജ് നടത്തിയ സമയത്ത് ഈ പഴയ പുള്ളിക്കാരനായിട്ട് ആഷിയായിട്ട് ഏകദേശം 9 വർഷം എന്തോ റിലേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ മാരേജ് കഴിഞ്ഞ സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെങ്കൊച്ചിന് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ പെങ്കൊച്ചിന് പ്യൂർലി ചീറ്റ് ചെയ്തിട്ടാണ് ഇവൻ മാരേജ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഈ മാരേജ് ആയത് എത്ര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 years മുമ്പായിട്ട്. നിങ്ങളുടെ ലവ് എത്ര വർഷം? ഇപ്പൊ ഞങ്ങള് ഇപ്പോ 8-9 വർഷത്തോളം. കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതായത് പുള്ളിക്കാരൻ കല്യാണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ മറ്റേ പുള്ളിക്കാരനായിട്ട് ഇതേപോലെ റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻ ഉണ്ടായിട്ട് മനഃപൂർവ്വം മറ്റേ പെങ്കൊച്ചിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഫസ്റ്റ് മാരേജ് കഴിച്ചു. എന്നിട്ട് ആ കൊച്ചിൻ്റെ ജീവിതം തകർത്തിട്ട് പിന്നെ ഇവൻ ഡിവോഴ്സ് ചെയ്തു. പിന്നെ ഇവൻ്റെ ഒപ്പം കയറി. അതായത് പുള്ളിക്കാരൻ തോന്നിയ പോലെ എന്തൊക്കെയോ ചെയ്യുന്നു. പുള്ളിക്കാരൻ ആദ്യം കുറേ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഇതേപോലെ ഫസ്റ്റത്തെ പുള്ളിക്കാരൻ കുറേ ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ എന്തുകൊണ്ട് സ്ത്രീയായിട്ട് എനിക്ക് പുരുഷനായിട്ട് തന്നെ ഇതേപോലെ ഇത് നടന്നാൽ മതി, എൻ്റെ പുരുഷവേഷത്തിൽ തന്നെ എനിക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. പുള്ളിക്കാരൻ താടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഈ ജാസി എന്ന് പറഞ്ഞ ആൾക്ക് താടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിങ്ങനെ താടിയും ഇതൊക്കെ വെച്ച് എനിക്ക് ഡൗൺസർ അങ്ങനത്തെ പെണ്ണായിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് പേടിയാണ് എന്നൊക്കെ ടൈപ്പ് പറഞ്ഞൊരു ഇൻ്റർവ്യൂ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ ആ സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ മൈൻഡ് മാറ്റി, പുള്ളിക്കാരൻ സ്ത്രീ ആവണം എന്ന് പറയുന്നു. അതൊക്കെ അവരുടെ ചോയ്സ് ഓരോ സമയം വരുമ്പോൾ മാറും. പക്ഷേ ഇതേപോലത്തെ പരിപാടി, അതായത് ഇതേപോലത്തെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഇതേപോലെ ജെൻഡർ ഇതേപോലത്തെ ഉണ്ടായിട്ട് വേറൊരാളുടെ ലൈഫ് തകർക്കുന്ന ഭയങ്കര വലിയ തെണ്ടിത്തരമാണ്. ഇനി നമ്മുടെ ജാൻമണി വേറൊരു യൂട്യൂബ് ചാനൽ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂയുടെ ആ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. പച്ചക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല, ഞാൻ പച്ചക്കെ പറഞ്ഞു. ബട്ട് ദാറ്റ് ഫോർ ദിസ് വീഡിയോ. കാരണം അൺനെസസറി നിങ്ങൾ ആ ഹെലന് കുട്ടിക്ക് വലിക്കണ്ട. കാരണം നമ്മൾ തമ്മിൽ ഓരോ ഇതിലേക്ക് പ്രശ്നമില്ല. യെസ്, ആ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു പുള്ളിക്കാരി ഒരു ഇതേപോലെ നൈറ്റ് ഇട്ടിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഹോട്ടലിന് ചെക്കൗട്ട് ചെയ്യും. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ലോങ്ങിൽ നിന്നാണ് ഈ പുള്ളിക്കാരൻ എടുക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര നെഗറ്റീവായിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു, ആ വീഡിയോ നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചേനെ. ഭയങ്കര ആ വീഡിയോ ഇട്ട പുള്ളിക്കാരനെ കുറിച്ചാണ് പുള്ളിക്കാരി പോർട്രേറ്റ് ചെയ്ത് പറഞ്ഞത്. പക്ഷേ അത് ജാസി ഇതേപോലത്തെ ഓൺലൈൻ മീഡിയാസ് ഒരു ക്യാപ്ഷനും കൊടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ട് ആളെ ഉൾട്ടയാക്കി കളഞ്ഞു. അതായത് ഒരു പുരുഷനോട് പറയുന്ന കാര്യം അത് ഉൾട്ടയാക്കിയിട്ട് ആ സ്ത്രീയാണ്, ഹെലനയാണെന്ന് പറയുന്ന രീതിയിൽ ചിത്രീകരിച്ചു. അതായത് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയാസ് ചോദിക്കുന്ന ചോദ്യം ഭയങ്കര ഇറലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ചോദിച്ചു, അതായത് ഇവരൊരു പ്രിപ്പയർഡ് അല്ലാത്ത രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ കുറേ ചാനൽസ് ഉണ്ട്, നീലക്കുയിൽ, അങ്ങനെ കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവുക, ഞാൻ ഇവിടുന്ന് MG റോഡ് വരെ പോവാം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇവിടുന്ന് അല്ലെങ്കിൽ ഷേണൈസോ ഇവിടുന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാവരും കാണും. ഇവരെങ്ങനെ അറിയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇവരെ അറിയിച്ചിട്ടാണ് ഇവർ വരുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ ഇരിക്കുക, ഞാൻ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി വണ്ടി എടുത്ത് ഒന്ന് MG റോഡ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവർ വരും. ഇവരെ അറിയിച്ചിട്ടാണ് ഇവർ വരുന്നത്. ഇതേപോലെ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ ഇങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ അറിയിച്ചിട്ടാണ് വരിക. അല്ലാണ്ട് ഇവരെങ്ങനെ അറിയാനാ? ഇവരെന്താ മറ്റേ എല്ലാ സെലിബ്രിറ്റീസിൻ്റെ വണ്ടിയുടെ അടിയിൽ മറ്റേ GPS വെച്ച് പോകുന്നു? അല്ല. അപ്പോൾ ഇവരെ അറിയിച്ചിട്ടാണ്. പക്ഷേ ഇവരുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് കുറച്ചും കൂടെ മാന്യതയും, അതായത് നല്ല റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് പരസ്പര ബന്ധമില്ലാത്ത ഒരാളെ ചോദ്യം ചെയ്ത് ഇതേപോലെ ആൾക്കാരെ വ്യൂസിന് വേണ്ടിയിട്ട് മിസ്ലീഡ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഹെലനാന്ന് പറഞ്ഞ് ഇപ്പം ഞാനും ഈ വീഡിയോ ആദ്യം കണ്ടപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഇത് ഹെലനെക്കുറിച്ചാണ് ജാൻമണി പറയുന്നതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഹെലനെക്കുറിച്ചാണ് പറയുന്നത് വെച്ചിട്ട് ഈ ജാൻമണിക്ക് കുറേ സൈബർ അറ്റാക്ക് കിട്ടി. പക്ഷേ നമ്മൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അതായത് പുള്ളിക്കാരി ഒരു പുരുഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതങ്ങ് ഉൾട്ടയായിട്ട് കളഞ്ഞു. എന്തായാലും പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.